കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നൊന്നും അടിമപ്പെടാതെ ഒരു കൂട്ടം യുവാക്കളുണ്ട് ഈ ഒരു ലഹരിയുമായി നടക്കുന്നത്. പ്രോത്സാഹിപ്പിക്കണോ തളർത്തണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഗൈസ്, അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു സാധാരണ സ്വിഫ്റ്റ് ആയിട്ടല്ലേ തോന്നുന്നത്. ഇൻറ്റീരിയറിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഇതുപോലൊക്കെ തന്നെയാണ്. നോർമൽ ഒരു സ്വിഫ്റ്റാണ്. മുഴുവനായി ഏകദേശം 7-8 ലക്ഷം രൂപയുടെ മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത്. തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, കാണുന്ന ആ ഒരു അട്രാക്ഷൻ തന്നെയാണ്. മുഴുവൻ റാപ്പ് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ എയർ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയ് വീൽസും, വളരെ അട്രാക്റ്റീവായിട്ടുള്ള അലോയ് വീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ റാപ്പിങ്ങിൽ തന്നെ വണ്ടി ടോട്ടലി മാറി. ഈ 215/35 16 പ്രൊഫൈലിൽ ഈ ഒരു വീലും കൂടെ കയറിയപ്പോഴത്തേക്ക് വണ്ടി വേറെ ലെവലായി. യുണീക്കായിട്ടുള്ള വീലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വീല് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ മാത്രമാണ് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു യുണീക്നെസ് വണ്ടിക്ക് കാണാനുണ്ട്. മൊത്തത്തിൽ ആ അലോയ് വീലിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടോ, പുറത്തേക്ക് ഓവർ തള്ളി നിൽക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ലോ പ്രൊഫൈലാണ്, എന്നാൽ അതിൻ്റേതായ ബോറുമില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷനാണ് ഈ വാഹനത്തിനകത്ത് മൊത്തത്തിൽ നടത്തിയിരിക്കുന്നത്. ആര് കണ്ടാലും ഒന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോകുന്ന ഒരു ക്യൂട്ട് ലുക്ക് ഈ വാഹനത്തിനുണ്ട്. ഇതാണ് ഗൈസ് ഫ്രണ്ട് ലുക്ക്. ടോട്ടലി ഇതൊരു ഫുൾ കിറ്റാണ്. പക്ഷേ എന്നാലും നമുക്ക് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോഗ് ലാമ്പും അതുപോലെ തന്നെ ഹെഡ് ലാമ്പും മാറ്റം വന്നിരിക്കുകയാണ്. ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു DRLോട് കൂടി പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെയാണ്. ഫ്രണ്ട് ഗ്രില്ല്, അതുപോലെ തന്നെ ഫ്രണ്ട് കാണുന്ന ആ ഒരു സ്കേർട്ടിൻ്റെ ഭാഗം അതൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഹുഡിൻ്റെ ഭാഗത്തുള്ള എയറിൻ്റെ വെൻറ്റിലേഷൻ്റെ ഒരു ഭാഗം, പിന്നെ അതുപോലെ തന്നെ ബാറ്റ്മാൻ ടൈപ്പ് ORVM വരുന്നുണ്ട്. പിന്നെ ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. മിനി കൂപ്പറിൻ്റെ ടൈപ്പ് ടെയിൽ ലാമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്പോയിലറും നല്ല അടിപൊളി കളർ ഡിഫറൻസ് നല്ല മാച്ച് ആവുന്ന രീതിയിലുള്ള സ്പോയിലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റ് നോട്ട് വേറെ ലെവലാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ റോഡിലിറങ്ങി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടല്ല, ഇതൊക്കെ ഒരു പാഷനാണ്. പിന്നെ ഇതൊക്കെ ഈവൻറ്റുകൾക്കും കോളേജിലെ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഈവൻറ്റ് രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു പാഷനായിട്ട് ഉണ്ടാക്കിയതാണ്. ആരും ഇനി ഇത് റോഡിലോട്ട് ഇറക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് ചോദിച്ച് തെറി വിളിച്ചുകൊണ്ട് വരണ്ട. സൈഡ് പ്രൊഫൈലും കൂടെ നോക്കിക്കോ. ഒന്ന് ആ ഒരു സ്കേർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നും കൂടി ഭംഗി സൈഡ് പ്രൊഫൈലിന് വന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയൊക്കെ നമ്മൾ ഓരോ സ്പോട്ടിൽ നിന്ന് ഓരോ സ്പോട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഫ്ലാറ്റ് ബിഡിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ വാഹനത്തിൽ ഉണ്ടാവില്ല. ഇതിൻ്റെ ഓണർ ആ രീതിയിലുള്ള ഒരാളും കൂടിയാണ്, അത് നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഈ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള പാഷനേറ്റായ ആളുകൾ അതിൻ്റെ എമൗണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ കഷ്ടനഷ്ടങ്ങളോ അല്ല ചിന്തിക്കുന്നത്. അത് നമ്മൾ അത് ഉണ്ടാക്കി നമ്മുടെ വീട്ടുമുറ്റത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനാണ്. അതൊരിക്കലും പുറത്തുനിന്നുള്ള ഒരാൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു വാഹനത്തെ ഭയങ്കരമായി സ്നേഹിക്കുന്ന